നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു വിഷയം പലരുടെയും സംശയമാണ്, പലരും ചോദിക്കുന്നതാണ്. ഈ പൂജകളൊക്കെ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എന്തുകൊണ്ട് അതിൻ്റെ ഫലം കിട്ടുന്നില്ല? ഞാൻ ഒരുപാട് വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് അവതരിപ്പിക്കാൻ ഒരു അനുഭവം കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്ന, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ, പ്രേതങ്ങൾ കയറാറുണ്ട്. അങ്ങനെ കയറാൽ അതിനെ സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൻ്റെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, പൂജ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫലം കിട്ടുമോ കിട്ടുന്നില്ല ഒരുപാട് പേര് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പൂജ എന്നല്ല, എന്ത് കാര്യത്തിനായാലും നമ്മളൊരു ആഹാരം കഴിച്ചാൽ പോലും അല്ലെങ്കിൽ നമ്മളൊരു മരുന്ന് കഴിച്ചാൽ പോലും അത് നമ്മുടെ ശരീരത്ത് പ്രവർത്തിച്ച് അതിൻ്റെ ഫലം നമുക്ക് കിട്ടുവാൻ ഒരു സമയം നമുക്ക് വേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ ചോദിക്കുന്ന പലരും. ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു വഴിപാട് നടത്തുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചടങ്ങ്, നമ്മൾ ഈ പരിഹാര കർമ്മങ്ങളായിട്ടുള്ള ചടങ്ങുകൾ പലതും ഉണ്ടല്ലോ, ക്ഷേത്രത്തിൽ നടക്കുന്ന പലവിധ ചടങ്ങുകളും ഉണ്ട്, അതിൽ പങ്കെടുക്കുക, അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ച് നമ്മളൊരു പൂജ ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ചെയ്തിട്ട് അടുത്ത ദിവസം മുതൽ നമ്മൾ കാത്തിരിക്കും ഇതിൻ്റെ ഫലം കിട്ടുവാൻ വേണ്ടിയിട്ട്. ശരിയാണ്, നമുക്ക് അറിവില്ലാത്തവരാണെങ്കിൽ നമുക്കങ്ങനെ കാത്തിരിക്കാം. പക്ഷേ എനിക്കറിയാവുന്ന, ഞങ്ങൾ ഇങ്ങനെ പോകുന്നവർ തമ്മിൽ നമ്മൾ പരസ്പരം എല്ലാവരുമായിട്ട് നല്ല ബന്ധമുണ്ട്. പക്ഷെ ഞങ്ങളെല്ലാവരും, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നവരെല്ലാവരും പറയുന്ന ഒരു സമയം, നമ്മൾ പൂജ ചെയ്ത് കഴിഞ്ഞാലും ഇത്ര ദിവസത്തിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടൂ എന്ന് പറഞ്ഞാൽ അത്രയും സമയം നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഫലം കിട്ടും എന്ന് പറഞ്ഞാൽ അതുവരെ നമുക്ക് അതിൻ്റെ യാതൊരു വിധമായ ഫലവും കിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ പൂജ ചെയ്തു, ഇപ്പം രാവിലെ 4 മണിക്ക് പൂജ തീർന്നു, രാവിലെ അടുത്ത 6 മണി കഴിയുമ്പോൾ നമുക്ക് ഫലം കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും കിട്ടില്ല. അപ്പം നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിശ്വാസിയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു പരിഹാര പൂജ ചെയ്യുവാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന ആളോട് തന്നെ നമ്മൾ ചോദിക്കുക, എത്ര നാൾ കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫലം കിട്ടും, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിൽ നമുക്ക് ഫലം കിട്ടുമോ, ഇല്ലെങ്കിൽ എത്ര നാൾ, അത്രയും നാൾ നമ്മൾ കാത്തിരിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം, ക്ഷമ കാണിക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിൻ്റെ ഫലം കിട്ടുകയുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിന്റെ ഫലം കിട്ടില്ല. അത് ഞാൻ ഇത് പറയാൻ കാര്യം, അങ്ങനെ ഒരു സംഭവം നമുക്ക് എൻ്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കും അങ്ങനെ ചില ഫലങ്ങൾ. പക്ഷെ ഞാൻ കൊടുക്കുന്ന, ഇപ്പൊ ഞാൻ ഒരിടത്ത് പൂജയ്ക്ക് പോയാൽ ഞാൻ കൊടുക്കുന്ന ലെറ്റർ പേഡിൽ ഞാൻ എഴുതി കൊടുക്കാറുണ്ട്, 90 അല്ലെങ്കിൽ 120 ദിവസത്തിന് ശേഷം മാത്രമേ, അതായത് 3-4 മാസത്തിന് ശേഷമേ ഇതിന്റെ ഫലം നമ്മൾ പ്രതീക്ഷിക്കുവാൻ പാടുള്ളൂ എന്ന് ഞാൻ എൻ്റെ ലെറ്റർ പേഡിൽ എഴുതി കൊടുക്കാറുണ്ട്. കാരണം അത് നമ്മൾ പോയി മാറ്റുന്നത് നെഗറ്റീവുകളെയാണ്. ഒരു മരുന്ന് നമ്മുടെ ഉള്ളിൽ കഴിച്ചാൽ പോലും അത് നമ്മുടെ ശരീരത്തിലേക്ക് ചെന്ന് നമ്മുടെ ഞരമ്പുകൾ വഴി അതിൻ്റെ പ്രവർത്തന സജ്ജമായി നമ്മളിലുള്ള രോഗങ്ങളെ മാറ്റി പഴയ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുവാൻ നമുക്ക് ഒരുപാട് താമസം വരും. അതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളും. പലരും അത് അറിഞ്ഞുകൂടാതെ പറഞ്ഞു കൊടുത്താൽ പോലും ഏറ്റവും വിശേഷം അതാണ്, 90 ദിവസത്തിന് ശേഷമേ ഇതിനെന്തെങ്കിലും ഫലം നമുക്ക് കിട്ടൂ, അതിനു മുമ്പ് നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ പോലും ഒരാഴ്ച കഴിയുമ്പോൾ വിളി തുടങ്ങുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ മാനസികാവസ്ഥ അതായിരിക്കാം. പക്ഷെ അങ്ങനെ ഉള്ളവര് അങ്ങനെ വിളിച്ചത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഈ അനുഭവിച്ചു വരുന്ന ബുദ്ധിമുട്ടുകൾ, നമ്മളൊരു പരിഹാര കർമ്മം ചെയ്താൽ പോലും ഇത്ര ദിവസവും കൂടി ഇത് നമുക്കുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുകൾ ഏറും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ തുടരും എന്ന് ഒരാള്, പൂജ ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു പരിഹാര കർമ്മം ചെയ്യുന്ന ഒരാൾ പറഞ്ഞാൽ അത്രയും സമയം കാത്തിരിക്കാൻ കൂടി നമ്മൾ തയ്യാറാകണം. ഇത് പലരുടെയും സംശയമാണ്. പലരും
പല വിധത്തിലും എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. കാശും മുടക്കിയിട്ട് നമുക്കതിൻ്റെ ഫലം കിട്ടിയിട്ടില്ല, ആരാണ് ഞാൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ചെയ്ത ആളിൻ്റെ പേര് പറയുന്നു. അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എത്ര ദിവസം കഴിഞ്ഞിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഫലം ഇതിൽ നിന്ന് കിട്ടണ്ടേ എന്നാണ് ചോദിക്കുന്നത്. ഒരിക്കലും അത് കിട്ടില്ല. നമ്മളത് മനസ്സിലാക്കേണ്ട കാര്യം അതാണ്. ഇത് വന്ന് ഈ ചെയ്യുന്നവർ അതിനെ ഇങ്ങനെ നമ്മളെന്തെങ്കിലും മരിച്ചീനി കമ്പ് പിഴുമ്പോലെ പിഴുതെടുത്തുകൊണ്ട് പോകുന്നതല്ല. ഇത് പൂജ എന്ന് പറയുന്നത് അതൊരു നമ്മുടെ ഒരു പരിഹാരം, അതായത് നമ്മൾ ഇതിൽ നിന്ന് അവിടെ മാറ്റുന്നതിൻ്റെ ആദ്യ നടപടിക്രമങ്ങളാണ്. അതിനുശേഷം അവിടെ നിന്ന് പൂജിച്ച് അവരെ കൊണ്ടുപോകുന്ന ചില സാധനങ്ങൾ അത് അവരുടെ ആസ്ഥാനത്ത്, ചിലപ്പം ക്ഷേത്രത്തിലാകാം, അല്ലെങ്കിൽ അങ്ങനെ പൂജ ചെയ്യുന്ന മറ്റേതെങ്കിലും സ്ഥലത്താകാം, അവിടെ വെച്ചിട്ട് അവർ പറയുന്ന ഈ 90 120 ദിവസത്തോളം അവർ അതിനുശേഷമുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് തെല്ലൊരാശ്വാസം പോലും നമുക്ക് കിട്ടുകയുള്ളൂ. ഇല്ലാതെ നമ്മൾ പൂജ ചെയ്തു ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടും നമ്മൾ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ട് അവർക്കുണ്ടാക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ കൂടുതൽ ഡിപ്രഷൻ ആയി കഴിഞ്ഞാൽ ഇത് ദൈവം വിചാരിച്ച പോലും നമുക്കിത് പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരു ക്ഷേത്രത്തിൽ തന്നെ നമ്മളൊരു എന്തെങ്കിലും ഒരു ചടങ്ങുകൾ പറയുമ്പോൾ എഴുതി തരുന്ന ജ്യോത്സ്യം പറയാറില്ലേ, ഒരു 7 ദിവസം ചെയ്തോളൂ, അല്ലെങ്കിൽ 14 ദിവസം ചെയ്തോളൂ, അല്ലെങ്കിൽ 41 ദിവസം ചെയ്തോളൂ, അല്ലെങ്കിൽ 8 മാസത്തോളം ചെയ്തോളൂ എന്നൊക്കെ പറയാറെന്ന് വെച്ചാൽ അതിന് ശേഷമേ നമുക്ക് അതുകൊണ്ട് ഗുണം കിട്ടൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഈ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ പൂജ ചെയ്താൽ എന്തുകൊണ്ട് നമുക്ക് ഉടൻ ഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫലം കിട്ടുമോ എന്ന് ചോദിച്ചതിൽ നിന്നുമാണ് ഞാൻ ഒരു വിഷയം പറഞ്ഞത്. ഇത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. ഒരുപാട് പേര് വളരെ വിഷമത്തോടുകൂടി ഈ കാര്യം എന്നോട് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. വേവുവോളം ഇരുന്നാൽ 6ഓളം ഇരിക്കണം എന്നാണ്. 6ഓളം എന്ന് വെച്ചാൽ അത് തണുക്കുവോളം. ഒരു സാധനം നമ്മൾ വേവിച്ചെടുത്താൽ അത് ചൂടായിട്ടിരിക്കുന്ന സാധനമാണ്. അത് വേവിച്ചെടുക്കാൻ നമ്മൾ ഇത്രയും സമയം നമ്മൾ അത് ചെലവഴിച്ചെങ്കിൽ അതൊന്ന് തണുക്കുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമ മറ്റുള്ളവർ നമ്മൾ കാണിക്കണം, ആവശ്യക്കാർ കാണിക്കണം എന്നുള്ളതാണ്. 90 അല്ലെങ്കിൽ 120 ദിവസം പറഞ്ഞാൽ 3-4 മാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ നമുക്ക് ഫലം കിട്ടുകയുള്ളൂ. ഇല്ലാതെ നമ്മൾ വെപ്രാളവും വേവലാതെയും കാണിച്ച് ഇതിൻ്റെ പുറകെ നടന്നാൽ അങ്ങനെ ഉള്ളവരൊന്നും ഒരു പൂജയോ കർമ്മങ്ങളോ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. കയ്യിരിക്കുന്ന പൈസ കളയാതിരിക്കുക. നിങ്ങൾക്ക് വന്ന ആ ഒരു അവസ്ഥ അത് തന്നെ നിങ്ങൾ അത് തുടർന്ന് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. കാരണം ഒരു മരുന്ന് കഴിച്ചാൽ അതിന് നമുക്കൊരു സമയം, അതുപോലെ മറ്റെന്തിനായാലും ശരി തന്നെ, എന്ത് കാര്യത്തിനും ചെയ്താൽ ഉടൻ ഫലം കിട്ടുന്ന ഒന്നും നമുക്കില്ല എന്ന് തന്നെ പറയാം. ഇപ്പം നമ്മൾ ഒരാൾക്ക് 2 അടി കൊടുത്താൽ പോലും അടി കൊണ്ടിട്ടാവും പോയിട്ട് പിന്നെ ആൾ കൂട്ടിയിട്ട് വന്നിട്ടായിരിക്കും നമുക്ക് തല്ലുന്നത്. തിരിച്ചടിക്കുന്നവർ ഉടൻ ആ സ്പോട്ടിൽ തിരിച്ചടിക്കുന്നവർ പോലും കുറവായിരിക്കാം. അപ്പം അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം. ഇത് ഞാൻ ഒരു രസമായിട്ട് ഒരു കോമഡി ആയിട്ട് പറഞ്ഞു എന്നുള്ളതുള്ളൂ, ഒരു ഉദാഹരണം. അപ്പം എല്ലാ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. ഇന്ന് പൂജ കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ മുതൽ ഇത് അന്വേഷിച്ചിരിക്കുക. അത് വീണ്ടും ഒരു 2 ദിവസം കഴിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചെയ്തവരെ വിളിച്ചിട്ട് അവരുടെ അടുത്ത് പരാതി പറയുക എന്നൊക്കെ പറയുന്നത് ഒരിക്കലും നല്ലതല്ല. അത് നാളെ തൊട്ട് ഫലം കിട്ടും എന്ന് പറഞ്ഞിട്ട് പോകുന്നവരോട് തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം. കാശ് മുടക്കിയതാണ്. അപ്പോൾ കാശ് മുടക്കുമ്പോൾ തന്നെ പൂജയ്ക്ക് വരുമ്പോൾ തന്നെ അത് പറയുകയാണ്, ഇത്ര ദിവസത്തിന് ശേഷമേ നമുക്ക് അതിൻ്റെ ഫലം കിട്ടും. അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്തു കൊടുക്കുന്നത് 3-4 മാസത്തിന് ശേഷം മാത്രമേ ഞാൻ അതിൻ്റെ ഫലം കിട്ടുമെന്ന് പറയാറുള്ളൂ. അതുപോലെ ഓരോരുത്തരും, ചിലവർ അങ്ങനെയല്ല 41 കഴിഞ്ഞാൽ കിട്ടുന്നവരുണ്ട്, 60 ദിവസം കഴിഞ്ഞാൽ ഫലം ഉണ്ടാക്കി കൊടുക്കുന്നവരുണ്ട്. ഓരോരുത്തരും ഓരോ രീതികളാണ്. അപ്പം അത്രയും ദിവസമെങ്കിലും നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാകുക. അങ്ങനെ കാത്തിരിക്കാൻ തയ്യാറാകാതെ പൂജ ചെയ്തിട്ട് പിറ്റേന്ന് മുതൽ ഇത് അന്വേഷിക്കുക, ഇതിനെക്കുറിച്ച് വേവലാതെ കൂട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ഒരു മാനസിക പ്രശ്നമുള്ളവരാണ്. അങ്ങനെയുള്ളവർ എന്തെങ്കിലും വിധത്തിലുള്ള മാനസിക രോഗികളായിരിക്കും. അങ്ങനെയുള്ളവർക്കൊന്നും ഈ പൂജയോ കാര്യങ്ങളൊന്നും ഫലിക്കില്ല. അവർക്ക് ഇതേകളൊക്കെ കൊണ്ടുപോയി എന്തെങ്കിലും വിധത്തിലുള്ള ചികിത്സാ രീതികൾ, മാനസിക രോഗ വിദഗ്ധനെ കാണിക്കുകയോ അതുവഴിക്കുള്ള മരുന്നുകൾ കൊടുക്കുകയോ ഉറങ്ങാനുള്ള എന്തെങ്കിലും മരുന്ന് കൊടുത്ത് അവരുടെ മനസ്സിൻ്റെ ഡിപ്രഷനെ കുറച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അങ്ങനെയുള്ളവരും ഈ രോഗം വന്നിട്ട് ചികിത്സിക്കാൻ മടിച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളൊരു വരും. കാര്യം അങ്ങനെ ചികിത്സിക്കാൻ പോയാൽ ചിലപ്പോൾ ഭ്രാന്തനാണെന്ന് നാട്ടുകാർ പറയും. അതുകൊണ്ട് എന്തെങ്കിലും പൂജയിൽ കൂടി ഇത് മാറ്റി കൊടുക്കണമെന്നത് അങ്ങനെയുള്ള കേസൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. ഞങ്ങൾ ആരും ഏറ്റെടുക്കാറില്ല. അഥവാ ചില കേസുകൾ അങ്ങനെ വന്നാൽ പോലും ചിലവർ നിർബന്ധപൂർവ്വം എന്ന് പറയും, ചെയ്താൽ മതി, ഞങ്ങളത് മാറ്റി, എനിക്ക് മാറും, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില അബദ്ധങ്ങൾ എനിക്കും പറ്റിയിട്ടില്ല എന്നും പറയുന്ന കാര്യം അത്രയും വിശ്വാസത്തോടുകൂടി നമ്മളോട് വന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയ എമൗണ്ടൊക്കെ വാങ്ങിച്ച് നമ്മൾ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ അവരൊന്നും ഒരിക്കലും അതുകൊണ്ടും തൃപ്തിയാകില്ല. അവർ വീണ്ടും അടുത്ത ദിവസം തൊട്ട് ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കാശ് മുടക്കി
ആരെ വിളിച്ച് പൂജ ചെയ്യിച്ചാലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ പോയി ഒരു പരിഹാര കർമ്മം ചെയ്താലോ മറ്റെന്തെങ്കിലും വിധത്തിൽ എന്തെങ്കിലും നമ്മൾ ഇതിനൊക്കെ പൂജാപതിയുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർ പറയുന്ന പൂജ ചെയ്യുന്നവർ പറയുന്ന അത്രയും കാലം കാത്തിരുന്നാൽ, അതും ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ, ഈ നമുക്ക് അനുഭവിച്ചു വന്ന അവസ്ഥയ്ക്ക് ആ അവസ്ഥ ഈ പറയുന്ന കാലാവധി വരെ തുടരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു ആശ്വാസം നമുക്ക് കിട്ടാൻ പോലും സാധ്യതയില്ല. കാര്യം അതിൻ്റെ ഒരു പ്രോസസ്സിങ് അങ്ങനെയാണ്. ഇതിനെ മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സിങ്. അങ്ങനെ മാറ്റിയെടുക്കുന്ന പ്രോസസ്സ് വെച്ചാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിലാണ് ഇന്ന് മിക്ക ആൾക്കാരും ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് പേര് അറിയാം, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് വരികയാണെങ്കിൽ അവർ പറയുന്ന അത്രയും നാൾ നമ്മൾ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ഈ ദോഷങ്ങൾ മാറിക്കിട്ടും. അത് പ്രേതമാണെങ്കിലും കൂടപത്രമാണെങ്കിലും ശത്രുദോഷമാണെങ്കിലും മരണദോഷമാണെങ്കിലും വിളിച്ചപേക്ഷ ദോഷമാണെങ്കിലും കൈവിഷമാണെങ്കിലും എന്താണെങ്കിലും അവർ ഈ പരിഹാരം ചെയ്യുന്നവർ പറയുന്ന അത്രയും ദിവസം ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇതൊക്കെ പരിഹരിച്ച് ജീവിതം നമുക്ക് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ക്ഷമയില്ലാത്തവരൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അവരേതെങ്കിലും മാനസിക രോഗവിദഗ്ധനെ പോയി കണ്ട് ചികിത്സിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണുള്ളത് ഞാൻ പറഞ്ഞാൽ മതി. ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള ഭൂമി ദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ഇത് കണക്കുള്ള എന്തെങ്കിലും പ്രേതബാധ ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലാണ് വിളിക്കേണ്ടത്. അതിന് ഏത് ജില്ലയിലാണ് മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹാര മാർഗങ്ങൾ ചെയ്ത് പൂർണ്ണമായും അത് മാറ്റിത്തരികയും ചെയ്യാം. എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.